തങ്കമനസ് അമ്മ മനസ് മുറ്റത്തെ തുളസി പോലെ. മുറ്റത്തെ തുളസി പോലല്ല. എന്റെ കാര്യം പറയുമ്പോ ഈ പെരക്കകത്ത് കിടന്ന് ഓടുന്ന കൊടച്ചക്രം പോലെ വേണമെന്ന് വേണം പറയാന്. സത്യം പറഞ്ഞ തീ പുകയും വരുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളി മൊത്തം തീയ. 10-18 വയസ്സുള്ള ഒരു മോനുണ്ട് എനിക്ക്. സ്വന്തം കാര്യം അവൻ ചെയ്യത്തില്ല. ഇവന് രാവിലെ എഴുന്നേറ്റ് പോയി പാലൊന്നും മേടിച്ചോണ്ട് വരരുതോ 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 എത്ര തവണ ചോദിച്ചാലും ഞാൻ തന്നെ പറയണമല്ലോ. ചെയ്യത്തില്ല. കാരണം അവൻ പാല് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അത് തൈരാകും. അത് പോയ വഴി വന്ന വഴി എല്ലാത്തിനും ഞാൻ കിടന്നോടണം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ പതിവിലും താമസിച്ച് എഴുന്നേറ്റത്. അതുപോലെ ക്ഷീണമാ. അവിടെ നോക്കിയപ്പോ മണി 7. ഈ 7 മണിയായിട്ട് എന്ത് ഈ സൂര്യൻ ഉദിക്കാത്ത ഈ വെട്ടം കാണാത്ത എന്താന്ന് കഥവ് തുറന്ന് നോക്കിയപ്പോഴല്ലയോ സൂര്യൻ ഞങ്ങളുടെ കിഴക്കേപ്പുറത്ത് താമസിക്കുന്ന മോഹനന്റെ പര്യമ്പുറത്തായതേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് താമസിക്കും. അവന് കുറെ സൂര്യ നമസ്കാരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് വിടത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തെല്ലാം ജോലി ചെയ്തു. ദോശ ഉണ്ടാക്കി, പാത്രമെല്ലാം കഴുകി, ചമ്മന്തി അരച്ചു, കാപ്പി വെച്ചു. എനിക്കിത് വേണം, എനിക്കതെല്ലാം വേണം. അതല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല. എനിക്കൊന്നും ദോശയും ചമ്മന്തി സാമ്പാറും എന്റെ ഫേവറേറ്റ്. അല്ലാതെ ഇവൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്ത് ഇവൻ തിന്നോ? ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചപ്പാത്തിയും കിഴങ്ങറി അവിടെ ഇരിപ്പുണ്ട്. ഒരു തോണ്ട്, ഒറ്റ ഒരു തോണ്ട. എന്നിട്ട് അവൻ എണീറ്റ് പോകും. അല്ല അവൻ എപ്പോഴും ആ തോണ്ടേ ഉള്ളൂ. 6 ഇഞ്ച് നീളമുള്ള മൊബൈലെ തോണ്ടി അവൻ 8 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അമ്മാതിരി തോണ്ട്. എന്താ നീ ഇന്നലെ ഉണ്ടാക്കി വെച്ച സാധനം കഴിക്കാഞ്ഞത്? ആഹാരം എന്താണോ കഴിക്കാഞ്ഞത് ഇന്നലെ? ഞാൻ കഴിച്ചായിരുന്നല്ലോ. എവിടുന്ന് കഴിച്ചു നീ? ഞാൻ അൽഫാം കഴിച്ചല്ലോ. അൽഫാം? ആര് കൊണ്ട് തന്നു നിനക്ക്? ഞാൻ ഓൺലൈനിൽ കഴിച്ചല്ലോ. ഓൺലൈൻ ആര് കൊണ്ട് തന്നതാ ചോദിച്ചത്? ഡെലിവറി പോയി. ഞാൻ ഡെലിവറി ചെയ്ത പോയാ നീ കൂടുതൽ എന്റെ മുന്നിൽ ഷൈൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എവിടെയാണോ പൈസ? എനിക്ക് മൊബൈലിൽ തന്നു പൈസ. എന്റെ ദൈവമേ, ഈ കുന്ത്രപ്പാടം നിനക്ക് പൈസ തരാൻ തുടങ്ങിയതോ? ഇതിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറുക്ക് ഇതിന്റെ കൈ പിടിച്ച് എങ്ങോട്ടെങ്കിലും എന്നെ ഇറങ്ങി പോയേനെ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ റീൽ ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടുന്നുണ്ടമ്മേ. നീ കളിക്കുന്നത്. നീ ഇന്നലെ എപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്? ഞാൻ 9 മണിയായപ്പോ കിടന്നു. 9 മണിക്ക് നീ കിടന്നു, ശരിയാ. പക്ഷെ നീ എപ്പോഴാ ഉറങ്ങിയത്? 10:30 ആയപ്പോ ഉറങ്ങി. തുടക്കി ഞാൻ വെച്ചു. അന്നാ പിച്ച് ഞാൻ തുടക്കും. പറയുന്നു നീ എപ്പോഴാണ് ഇന്നലെ കിടന്നുറങ്ങിയത്? പറയടാ. 10:30 ആയപ്പോ കിടന്ന് ഉറങ്ങിയില്ല ഞാൻ. ഇല്ല, നീ 2 മണിയായി കിടന്നുറങ്ങിയപ്പോ. അത് അമ്മ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. നീ ഉറങ്ങുന്നത് കണ്ടിട്ട് വേണമായിരുന്നു എനിക്ക് ഉറങ്ങാൻ. എത്ര വയസ്സായി ഇപ്പം? 40 വയസ്സിനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉറങ്ങാൻ അറിയത്തില്ലയോ? വേറെ ഒന്നും കിടന്ന് ഉറങ്ങുന്ന കണ്ട് കോപ്പി അടിച്ചിട്ട് വേണം ഉറങ്ങാനെ കൊണ്ട്. നീ പറയോ? നീ സമയത്ത് ആഹാരവും കഴിക്കത്തില്ല. ഫോൺ നോട്ടം. നിന്നെ പോലുള്ള പിള്ളേർ അവിടെ ഇവിടെ പോയി പഠിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്കും പോണം. എവിടെ പോണം? എനിക്ക് ബാംഗ്ലൂർ പോണം. എന്താ കാര്യത്തിന്? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. എണീറ്റാടാ അവിടുന്ന്. നിനക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാവോ? നമ്മള് പാവങ്ങളല്ലേ? നിന്റെ തന്തയുടെ കയ്യിൽ എന്തായിരിക്കുന്നു? അങ്ങനെ ഒരു പാവം അങ്ങേര്. അങ്ങനെ പട്ടു പാവം കേട്ടോ. അങ്ങനെ അല്ലല്ലോ. നീ കൂടുതൽ സംസാരിക്കരുത്. അച്ഛൻ ഇന്ന് വരുക. ഇവനെ എന്തോ ചെയ്താൽ പറ്റും. ഒന്നേ ഉള്ളല്ലോ ദൈവം. ഇല്ലെങ്കിൽ ഞാൻ കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചോളാം. കേട്ടോ അച്ഛൻ ഇന്ന് ഇടുക്കിന്ന് വരുക. ആ ഇടുക്കാൻ അടച്ചു വെക്കാം. കാരണം അവിടെ നിന്ന് ജാം ആവട്ടെ കിട്ടി. നീ ഓടിപ്പോയി 10 മുട്ട മേടിച്ചോണ്ട് വാ. അച്ഛൻ വരുന്നയാ. അച്ഛൻ അടവെക്കാനാണ് മുട്ട മാറ്റിട്ട് വായിക്ക് രുചിയായിട്ട് വല്ലതും കൊടുക്കണ്ടായോ? അങ്ങനെ വായിക്ക് രുചിയായിട്ട് കൊടുക്കുന്ന ഇവിടെ ചുമന്ന പേസ്റ്റ് ഉണ്ട്. അങ്ങനെ വായി വെച്ച് തേച്ച് കൊടുക്കുന്ന നല്ല രുചിയാ. അങ്ങനെ കഴിക്കട്ടെ കേട്ടോ. നീ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് മാത്രമല്ല, ഷീബ ആന്റി ഇല്ലയോ? ഷീബ ആന്റിയുടെ മോടെ കല്യാണമാ. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ടോടാ? പിന്നെ എല്ലാരും വരുത്തില്ലയോ? നീ ചെല്ലണം. ആൾക്കാരോടെല്ലാം നന്നായിട്ട് കാര്യം പറയുകയും വേണം. പുളിക്കുന്നല്ല, നല്ല വൃത്തിയായിട്ട് എല്ലാവരോടും കാര്യം പറയണം. മാത്രമല്ല നല്ല സദ്യ എന്നാ പറഞ്ഞത്. ഫസ്റ്റ് കയറുവോ രണ്ടാമത് കയറുവോ അത് നിന്റെ ഇഷ്ടം. പക്ഷെ വയർ നിറച്ച് നീ ആഹാരം കഴിക്കണം. മാത്രമല്ല നമ്മുടെ ഈ രവീന്ദ്രൻ അമ്മാവനില്ലേ, നിന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവാടാ. ഒരമ്മ ഇവിടെ കിടന്ന് വായിട്ട് അലക്കുന്ന കഷ്ടപ്പാട്. ഇവൻ വല്ലതും അറിയുന്നോ? എനിക്ക് തീരെ വിലയില്ല ഈ വീട്ടില്. വരച്ച പറയുന്നത് ഞാൻ ഈ പുല്ലിനെ എന്റെ ഭാഗ്യന്റെ. പ്രകാശന്റെ മോന അവന്റെ നട്ടല് ചവിട്ടി തിരിച്ചിട്ട് അവൻ അറിഞ്ഞില്ല. ഈ വീട്ടിലെ പട്ടി സംസാരിക്കുമെങ്കിൽ അത് എന്നോട് ചോദിക്കുമായിരുന്നു.
അച്ഛാ എപ്പോ വന്നു, പാപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ, അച്ഛന് സുഖമാണോ എന്നത് രണ്ടും നക്കിനു ആ പട്ടി. എന്നിട്ട് ഇവൻ അറിയുന്നുണ്ടോ നോക്കിക്കാട്ടെ. ഇപ്പോഴത്തെ പിള്ളാരാ ജെൻസിന്ന് പേരും. പണ്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പണിക്കെന്നും പറഞ്ഞുകൊണ്ട് പോകും കാട്ടിലും മേട്ടിലും ഒക്കെ. 10-15 ദിവസം കഴിഞ്ഞാ വരുന്നത്. അച്ഛനിങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്തോ സന്തോഷമെന്നറിയാമോ? ഞങ്ങൾ 8 മക്കള് ഓടിച്ചെന്ന് അച്ഛന്റെ ചുറ്റിനും അരക്കി കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും. ഈ സമയം ഞങ്ങളുടെ അമ്മയ്ക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് ചവിട്ടി കയറി തോളത്ത് കയറി അമ്മ കെട്ടിപ്പിടിക്കുമായിരുന്നു അച്ഛനെ. PP പ്രകാശൻ, ഇടുക്കി KSRTC ഡ്രൈവർ. ഇടുക്കിയല്ല, ഇടുക്കി KSRTC ഡ്രൈവർ. നിന്റെ അച്ഛൻ അറിയാമോ? അമ്മേ പോയി പോയി, ചന്ദ്രൻ വരുമ്പോ സൂര്യൻ പോകുന്നത് പോലെ പോയി. ഏതേ അയ്യോടാ, അതിൽ നേരത്തേക്കും പോരുന്നോ? നിന്റെ വായിക്കകത്ത് ഇലക്ട്രിക് ഹോൺ വല്ലതും വെച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞു. അതിൽ നേരത്തേക്കും പോരുന്നോ? ആ, മിന്നൽ കിട്ടി ഇഞ്ഞു പോന്നു. മിന്നൽ കിട്ടുമല്ലോ, അടിക്കുമല്ലോ. ആ, ഞാൻ കഴിഞ്ഞുടങ്ങി വരാടി ഇവിടെ. അതാണ് പറഞ്ഞത്. KSRTCയുടെ മിന്നൽ ബസ് കിട്ടി, പെട്ടെന്ന് ഇഞ്ഞു പോന്നു. ഓ, ഇതെടുത്ത് അടുക്കള കൊണ്ടുപോയി. ഇവിടെ വരെ ഒറ്റയ്ക്ക് വരാൻ പറ്റും. അടുക്കളയിലോട് ഞാൻ കൊണ്ടുപോകാം. എന്നെയല്ലെന്ന് എടി വേണ്ട. വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റുമോ? കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. അയ്യോ, ഇത് എന്തോന്നേ? ഏലപ്പാറയിലെ ഏലക്ക, കട്ടപ്പനയിലെ കാപ്പിപ്പൊടി, ഓ, കുട്ടിക്കാനത്തെ കുരുമുളക്, കുമളിയിലെ കുമ്പളങ്ങ, തേക്കടിയിലെ തേയില. തേക്കടിയിലല്ല, തേക്ക്. ആ, നിനക്കൊരു തേക്ക് വെട്ടി ഞാൻ ഈ കവറിനെത്തിട്ടുണ്ട് വരാടി. അല്ല, വരുന്ന വഴിയൊന്നും കിട്ടിയില്ലയോ? വരുന്ന വഴി കിട്ടി, ശരിക്കും കിട്ടി. എന്റെ മുഖത്തെ പാടൊക്കെ നീ കണ്ടില്ലേ? അയ്യോ, അത് എന്തോ പറ്റിയതാന്നേ? എടി, ഞാൻ ബസ്സിനകത്ത് കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. ഞാൻ നോക്കിയപ്പോ ഒരു കാറ് ഞാൻ വന്ന ബസ്സിന് വട്ടം വെച്ചിട്ട് ആ കാറുകാരൻ അകത്ത് കയറി എന്റെ ചെവിക്കന്നം പോളൊക്കെ പട്ടാന്ന് 4 അടിയടി. അതെന്തിനാ? ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയെന്ന് പോലും. എന്റെ ദൈവമേ, നിങ്ങളുടെ കുറ്റമല്ല. വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊഞ്ഞണം കുട്ടുന്ന മുഖവാ. പിന്നെ എന്താ വന്നവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ കൊഞ്ഞണം കുത്തിയത്? ഞാൻ കൊഞ്ഞണം കുത്തിയതല്ല പെണ്ണേ. എടി, ഞാൻ ഈ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കുമല്ലായിരുന്നു. ഈ ബസ്സിന്റെ കാറ്റടി കൊണ്ട് തല വെളിയിലോട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു ഉറങ്ങിയതാ. തട്ടു ചാടിയപ്പോ ഇങ്ങനെ കുലുങ്ങിയപ്പോഴേ ഇത് കണ്ടോണ്ട് വന്നോ വിചാരിച്ച് ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയതാണ്. അവൻ വന്ന് എന്നെ ചെവുക്കന്നം പൊളക്കി അടിച്ചു. അവന് കൊടുക്കുന്നുണ്ട് ഞാൻ. അന്നേരം കൊടുക്കാൻ പറ്റത്തില്ല. കൈ പൊക്കി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരെ മുഖത്ത് കൊള്ളും. പിന്നെ അവന്റെ അടിയും കൂടെ ഞാൻ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ ആ കാറുകാരനെ ഞാൻ പൊക്കും, അവനെ ഞാൻ കൊടുക്കും. ഞാൻ തിരിച്ചടിക്കാനുള്ള പ്ലാനാണോ? തിരിച്ചടിക്കാനല്ല, അവൻ കാർ ഓടിച്ചോണ്ട് പോകുമ്പോഴേ ഞാൻ KSRTC കൊണ്ട് പുറകെ ചെന്നിട്ട് ഇങ്ങനെ റോൺ അടിക്കും. KSRTC റോഡ് കൊട്ട പേടിക്കത്ത ആരടി ഉള്ളത്. അവന് കൊടുക്കും ഞാൻ. കൊടുക്കും. ഇങ്ങനെ കാത്തിരുന്നു. 3 മാസത്തിനുള്ളിൽ കൊടുക്കണം. 3 മാസത്തിന്റെ കണക്ക്? 3 മാസം കഴിഞ്ഞ് ഞാൻ പെൻഷൻ ആവുമല്ലേ. 3 മാസം എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. വളയം പിടിച്ച കൈകളെ. അത് വിഷമം ഉണ്ടാവും. 10-25 കൊല്ലം നിങ്ങൾ വളയം പിടിച്ചില്ലയോ? പെട്ടെന്ന് സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും. സർവീസിൽ നിന്ന് ഇറങ്ങുന്ന വിഷമമല്ലടി. പിന്നെ ഇപ്പോഴെപ്പോഴാ പുതിയ കിടക്കാച്ചി ബസ്സുകളൊക്കെ വന്നു തുടങ്ങുന്നത്. തൊട്ടാ മതി പ്രാന്നും പറഞ്ഞു പോകുന്ന ബസ്സുകൾ. എനിക്ക് അങ്ങനത്തെ ബസ്സൊക്കെ ഓടിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ 3 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ. ഓ, നിങ്ങളും വലിയ പഴയ ബസ് ആണെങ്കിലും നല്ല ബസ്സൊക്കെ അല്ലേ ഓടിച്ചിട്ടുള്ളത്? ആ, എനിക്ക് കിട്ടി. സ്റ്റാർട്ടാക്കുമ്പോ ചെവി ചൊറിയുന്ന ബസ്. അതിന്റെ ഗിയറിന്റെ തുള്ളൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എറിയണം. അങ്ങനത്തെ ബസ് പുതിയ ബസ് വരുമ്പോ എന്നെ പറഞ്ഞു വിടുക. നോക്കട്ടെ, 1 വർഷം കൂടെ നീട്ടി കിട്ടുമോ നോക്കട്ടെ. എന്നാലും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുവാ ഈ ഡ്രൈവർമാര് ഒരു എന്റർടൈൻമെന്റും ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കാൻ പറ്റത്തില്ല, ആരോടും കാര്യം പറയാൻ പറ്റത്തില്ല. ഭയങ്കര ബോറല്ലേ അത്? നിനക്കായി ഇവിടെ ബോറടിക്കുന്നതും എനിക്ക് ഒരു ബോറടിയും ഇല്ല. എൻജോയ്മെന്റിലുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ. വണ്ടി ഓടിക്കുമ്പോഴോ? പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അതെന്തുവാ? എടി, ഏലപ്പാറ ഇറങ്ങേണ്ടവനെ ഞാൻ കട്ടപ്പന കൊണ്ടിറക്കും. കട്ടപ്പന ഇറങ്ങേണ്ടവനെ ഞാൻ തൂക്കുപാലം കൊണ്ടിറക്കും. അങ്ങനെ ഇവന്മാര് കിടന്ന് ഈശാപോസ ഉണ്ടാക്കി കണ്ടക്ടറോട് അടിയും ബഹളം ഉണ്ടാക്കുമ്പോ നല്ല എൻജോയ്മെന്റ് അല്ലേ എനിക്ക്? നല്ല എൻജോയ്മെന്റ്. പിന്നെ ഷീബയുടെ കുഞ്ഞിന്റെ കല്യാണോ മോടെ? ഷീബയുടെ മോടെ കല്യാണം വന്നു? പിന്നില്ലയോ? അയ്യോ, കൊച്ചങ്ങ് വളർന്നോ? പാളെ കിടന്നപ്പോ ഞാൻ കണ്ടതാ കൊച്ചിന്. അയ്യോ, നിങ്ങൾ വിചാരിച്ചു ഇപ്പോഴും കൊച്ചു പാളെ കിടക്കുമെന്ന്? കൊച്ചങ്ങ് വളർന്നെന്ന്. അത് മാത്രമല്ല, കൊച്ചിന് ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ വേണം. പെമ്പിള്ളേരായ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവൂ. നല്ല കാലം നിൽക്കണം, സ്വന്തം കാലം നിൽക്കണം, എന്നിട്ടേ കല്യാണം കഴിപ്പിക്കാവൂ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒറ്റക്കാലം നിന്നിട്ട് കല്യാണം കഴിക്കണം എന്നായിരുന്നു വലിയ താല്പര്യം. ചെലവ് കൊണ്ട് അടുക്കള വെക്കടി. എടി, നീ ഈ പറയുന്നതൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ വലിയ കാലം നിന്റെ കാലത്ത് നടക്കത്തില്ല. ആ കൊച്ചിനെന്തോ ജോലി? ഷീബയുടെ മോക്ക് അവളെന്തോ എയർ ഹോസ്റ്റസ്. എന്തുവാ എന്തോ അങ്ങോട്ട് ഊതി വിട്ടെ. കൊച്ചിന്റെ ജോലി പറഞ്ഞാന്ന്. ജോലി പറഞ്ഞു? എന്തോ ജോലി?
എയർ ഹോസ്. നീ ഏറൂതി വിടാതെ കാര്യം പറയാനൊക്കെ ഉണ്ടാ പറഞ്ഞത്. ഈ പറന്ന് കിടന്ന് ഭക്ഷണം കൊടുക്കത്തില്ലയോ? കിളിയോ? അല്ല നിന്ന് ഈ വിമാനത്തിൽ സൽക്കാരം നടത്തുന്ന കൊച്ച്. എയർ ഹോസ്റ്റസ്. അതന്നെ. അതിനാ ഇവിടെ എയർ ഹോസ്റ്റസ്. ഒരു കാര്യം ചെയ്യ്. എന്തുവാ? നിങ്ങൾ ഷർട്ടൊക്കെ ഉരുട്. എന്തിനാ? ഞാൻ ദോശയും ചമ്മന്തി എടുക്കും. വേണ്ട വേണ്ട. ഞാൻ വെളുപ്പാങ്കാലത്ത് 5 മണിയായപ്പോ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോഴേ അതിന്റെ ഫ്രണ്ടിൽ ഒരു തട്ടുകട ഉണ്ടല്ലോ, അവിടുന്ന് 2 ചായയും 1 ബണ്ണും. അങ്ങനല്ലെന്ന്, ഒരു ചായയും 2 ബണ്ണും. അല്ലല്ല 2 ചായയും 1 ബണ്ണും. എന്ത് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നത്? എടി ഞാൻ ഒരു ചായ വാങ്ങിച്ച് ബണ്ണ് അതിനകത്ത് മുക്കിയപ്പോഴത്തേക്ക് ആ ചായ ആ ബണ്ണങ്ങ് കുടിച്ചെന്ന്. അപ്പൊ പിന്നെ എനിക്ക് കുടിക്കാൻ ചായ വേണ്ടേ? അതാണ് പറഞ്ഞത് 2 ചായയും 1 ബണ്ണും കഴിച്ചെന്ന്. കുഞ്ഞിനെ കണ്ടായിരുന്നു? കുഞ്ഞു ഞങ്ങളെ ഒത്തിരി തവണ വിളിക്കുകയൊക്കെ, ഫോണിലൊക്കെ ഒത്തിരി വിളിച്ചു. നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഏത് കുഞ്ഞ്? നമ്മുടെ കുഞ്ഞ്. അവന്റെ ഏത് ഭാഗമാണ് കുഞ്ഞായിട്ടുള്ളത്? പോയി കഴിഞ്ഞാൽ തിരക്കണോടി. തിരക്കാരല്ലേ വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ ഞാൻ ഫോൺ എടുക്കാൻ പറ്റൂടി? അതെനിക്കറിയാം. നിങ്ങൾ ആ ന്യായം പറയുന്നത് കൊണ്ടാ നിങ്ങൾ കിടക്കാനിരിക്കുമ്പോൾ ആ ചെറുക്കനോട് ഞാൻ പറയുന്നത് ഫോൺ വിളിക്കാൻ. അന്നേരം നിങ്ങൾ എടുക്കുവോ? ഞാൻ ഉറക്കത്തിലും വണ്ടി ഓടിക്കുന്ന ആളാണ്. 30 വർഷം കൊണ്ടുള്ള ശീലമല്ലേ. കിടക്കുമ്പോഴേ ഞാൻ പറഞ്ഞ ഓടിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് ഞാൻ. ആ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. ശരിയാ. കുഞ്ഞ് നിങ്ങളെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ നേരാ, സംഭവം ശരിയാ. ഞാൻ വരുമ്പോ ഉടനെ ഇറങ്ങിപ്പോലും. അവൻ എന്നെ കണ്ടിട്ടില്ല. കാണട്ടെ. അത് പറയാതെ 1-2 പറഞ്ഞ് കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കും. എന്താ? മൊബൈലിലെ ചാർജ് തീർന്നോണ്ട് തിരിച്ചു വരുവാ. അമ്മേ എന്തോ കുഞ്ഞ്? ഫോൺ കുത്തിയിട്. ഫോൺ കുത്തിയിട്. എന്താ വരെ കാണിച്ചത്? കുത്തിയിടാൻ പറഞ്ഞു. ഇങ്ങനെ കുത്തിയിടാനല്ല, ഫോൺ കൊണ്ടത് കുത്തിയിടാൻ. എന്നാ പിന്നെ നിനക്ക് കൊണ്ടുപോയി കുത്തിയിടരുത്. എന്തോത്തിന് അമ്മയുടെ കൈയും കാലും വേണമല്ലോ? അറിയത്തില്ല എങ്ങനെ കുത്തിയിടുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല കുത്തിയിടുന്നത് എങ്ങനെയാന്ന്. നിനക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുവാ. എന്റെ നാക്കല്ലി എന്ന് പറഞ്ഞാൽ മുണ്ടുകൂടി പോയിട്ട് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്. നീ ആരോടാ വർത്താനം പറയുന്നേ? നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ വീട് മാറി കയറിയതാണ്. നിന്റെ അമ്മയോടല്ലേ നീ വർത്താനം പറയുന്നേ? ആണെങ്കിൽ നീ ഇത് കേൾക്കണം. നിന്റെ പ്രായത്തിലുണ്ടല്ലോ ഞാൻ എന്റെ അമ്മയോട് മിണ്ടത്തില്ലായിരുന്നടി. അത് നിങ്ങളുടെ അമ്മ ഇന്നലെയും പറഞ്ഞു. ഞാൻ എന്താണ്ട് പറഞ്ഞ സംസാരം പറഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ അവരോട് മിണ്ടാത്തത്. നിങ്ങൾ എന്താ കാര്യത്തിനാണ് നിങ്ങൾ അമ്മയോട് മിണ്ടാത്തത്? അതെന്താന്ന് വെച്ചാൽ അമ്മ അനിയനെ എഴുതി കൊടുത്തു, എനിക്കൊന്നും എഴുതി തന്നില്ല. തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ അനിയന് ഇവരുടെ അമ്മ ചെറുപ്പത്തില് ഈ കൺമശി വെച്ച് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങേർക്ക് വരച്ചു കൊടുക്കത്തില്ല. അതിന്റെ ഗർവം. കേട്ടാത്തൊന്നും വസ്തുവും വീടും എഴുതി കൊടുത്തില്ലെന്ന്. വരച്ചാൽ നല്ലതായിരുന്നു. സൈക്കിളിന്റെ മൽകാട് പോലെ പോയി ഇരുന്നേരായിരുന്നു. സൈക്കിളിന്റെ മൽകാടോ? എടാ നീ എന്റെ ചെറുപ്പത്തിൽ നീ എന്നെ കാണുമായിരുന്നു. നല്ല കട്ട മീശം കട്ട താടി ഉണ്ടായിരുന്നു എനിക്ക്. നാണമില്ലായിരുന്നു വല്ല കട്ട മീശയും കട്ട താടി. അങ്ങനെയല്ലോ, നല്ല കിടക്ക മീശ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ തൈര് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഈ തൈര് ഈ വലിയ മീശയിൽ ഇങ്ങനെ തുമ്പത്ത് പറ്റിയിരിക്കുമ്പോൾ നമ്മൾ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന ബ്രഷ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സംഭവം അരിഞ്ഞു കളഞ്ഞത് അറിയാം. നിങ്ങൾ ഇതാരും ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ മീശയാണേലും കട്ടി മീശയാണേലും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വയ്യ. എടാ നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് നീ ഒന്ന് കാണണമായിരുന്നു. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നല്ലോ അന്ന്. കാരണം എന്റെ മോളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുമല്ലായിരുന്നു. ഏത് കൂട്ടരായിരുന്നു? കേസ് കൂട്ടായിരുന്നു. അന്ന് ഞാൻ ജനിച്ചോ? അന്ന് ഞാൻ ജനിച്ചായിരുന്നു ഇയാളെ നമ്മുടെ ചെത്തിയ മുറ്റത്ത് കെട്ടത്തില്ലായിരുന്നു. അമ്മയെ ഞാൻ കെട്ടിക്കത്തില്ലായിരുന്നു. നീ എന്നെ ചെത്തിയ മുറ്റത്ത് കേട്ടത്തില്ലായിരുന്നില്ലയോ? എടി നിന്റെ ഭാഗ്യവാ. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഇവൻ അവിടെ ഉണ്ടായിരുന്നേ. നിന്നെ അവിടെ നിർത്തിയിട്ട് പോകുന്നതിനോടി. 10-18 വയസ്സുള്ള ഒരു ചെറുക്കൻ പറഞ്ഞിട്ട് ഉടനെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചില്ലയോ? ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? അതെന്തൊരു സംസാരം അത്? ഒരു വീട്ടില് 3 ഒരുപോലും മാറിപ്പോയി. നീ ഉണ്ടല്ലോ, നീ കൂടുതൽ. ഹലോ. കണ്ടക്ടർ. എന്തുവായിരുന്നു രാജീവേ? അല്ലല്ല, ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോന്നു. 15 ദിവസം ലീവാ. വണ്ടി ഞാനല്ലോ ഓടിച്ചേ. എന്റെ വണ്ടി കട്ടപ്പനയ്ക്ക് പോകുന്ന കണ്ടെന്നോ? അയ്യോ, ഞാൻ ഇറക്കത്ത് അടവെക്കാതാ പോകുന്ന വണ്ടി. ഒന്ന് പിടിച്ചു നിർത്തിയേക്കണേടാ. ശരി ശരി ശരി. അതെ, കുഞ്ഞിന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചിനും ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനവൻ. അതല്ല, എന്തോ പഠിക്കാനാണോ പോകുന്നത്? എയറോനോട്ടിക്. എന്തോ എറിഞ്ഞു പൊട്ടിക്കാനാ? ഈ നാട്ടിലെ മൊത്തം ഓടാൻ എറിഞ്ഞു പൊട്ടിച്ച് അതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുവാ. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? എയറോനോട്ടിക് എഞ്ചിനീയർ, ഏവിയേഷൻ. ഏവിയേഷൻ വിമാനം ഉണ്ടാക്കുന്നു. ഏവിയേഷൻ അവിടെ പോയി വായി നോക്കി ഇന്നാലേ പഠിപ്പിക്കുന്ന സാറുമാർ നിന്റെ നാവിഗേഷൻ കലക്കും കേട്ടോ. അവർ ഏവിയേഷൻ ഉണ്ടാക്കാൻ പോയേക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിലെ അവസ്ഥ നീ മനസ്സിലാക്ക. ഇതൊക്കെ പഠിക്കാനുള്ള പൈസ ഈ വീട്ടിലുണ്ടോ?
എനിക്ക് ലോൺ എടുത്ത് തരണം. ലോൺ എടുത്ത് കൊടുക്കണോ നീ ചെറുക്കൻ? ലോൺ എടുത്ത് അവൻ അടയ്ക്കും. നീ അടയ്ക്കൂടാ ലോൺ? ഞാൻ അടയ്ക്കും. അവൻ കോട്ടോ വിട്ടാ ഞാൻ അടച്ചു കൊടുക്കണം അവന്റെ വായ. എന്നിട്ട് അവൻ ലോൺ അടയ്ക്കും പോലും. കൂടുതൽ സംസാരിക്കരുത്. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ നിർബന്ധത്തിന് +2 വിട്ടത്. ആ +2 ഇവൻ എഴുതിയെടുത്തത് 2 തവണ എഴുതിയിട്ടാണ് ഇവൻ +2 ജയിച്ചത്. അമ്മേ മാന്യതരത്തോട് പറയാമേ അത് +2 ആയിരുന്നു. അങ്ങനെ അത് എഴുതുന്നത്. അതാ 2 തവണ എഴുതണം എന്നാലേ പാസ്സാവത്തുള്ളൂ. എടി ഇവൻ ഇതൊന്നും അറിയത്തില്ല. ഇവൻ കഷ്ടപ്പാടിൽ നിന്ന് വന്നവനൊന്നും അല്ല ഇവൻ. എടാ നിന്റെ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ ഈ പ്രായത്തിൽ നിന്റെ പ്രായമുള്ള ഒരു മോൻ എനിക്കുണ്ടായി. നീ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ നീ എന്റെ പ്രായമാകുമ്പോൾ നിന്റെ മോൻ എത്ര പ്രായം ഉണ്ടാവും അറിയാമോടാ? പറഞ്ഞു കൊടുക്കണി. ഓപ്ഷൻ വല്ലതും ഉണ്ടോ? മനുഷ്യനെ വിഷമിപ്പിക്കാതെ നിനക്ക് പോണടാ. ഇങ്ങനത്തെ പരീക്ഷ എഴുതി കിട്ടിയത് ഇങ്ങനെ PSC ക്വസ്റ്റ്യനുമായിട്ട് ഇറങ്ങിയേക്കോ. എന്നെ കൂടെ വിഷമിക്കാൻ നിനക്ക് പോണടാ ബാംഗ്ലൂർ. എനിക്ക് പോണം. അവന് പോണമെന്ന് കഴുകിയിടാനാന്നോ? അല്ല വരട്ടെ. ചിലപ്പോ ഇപ്പൊ തന്നെ ഇതിട്ടോണ്ട് തിരിച്ചിറങ്ങേണ്ടി വരും. മോനെ ഞാൻ ആലോചിക്കട്ടെ. വന്ന് കേറി ഉടനെ നിനക്ക് പറയാം നാളെ വിദ്യയോടെ ചേർക്കാൻ നിനക്ക് എനിക്ക് പോകണം, ബാംഗ്ലൂരിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? എന്നെ കളിച്ചെടുക്കല് പോണം. എത്രാളം കൊണ്ട് എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല പോലെ. നീ അമ്മ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കില്ലടാ. ലതേ, ഞാൻ ഈ മാസാമാസം ഇങ്ങോട്ട് അയച്ചു തരുന്നത് പൈസ അല്ലേടി, അല്ലാതെ ഇടുക്കിയിൽ നിന്ന് കാപ്പിയലയൊന്നും അല്ലല്ലോ ഞാൻ പറിച്ചു തരുന്നത്. അങ്ങനെ ചോദിക്കുന്നേ? എടി മുഖം കഴുകാനായിട്ട് വാഷ് ബേസിന്റെ അവിടെ ചെന്നപ്പോ ഈ ടേബിളിൽ നിന്ന് ഒരു സോപ്പ് എടുത്തോണ്ട് പോയി ഞാൻ. അത് പറയുന്നില്ല. എത്ര വെള്ളം തളിച്ചിട്ട് ഇത് പറയുന്നില്ല. ഈ പറയുള്ള ഒരു സോപ്പ് വാങ്ങിച്ച് വെക്കണ്ടേടി. മണവുമില്ല ഗുണവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് മാത്രം കത്തുന്ന ഇത്രയും വിലയുള്ള സോപ്പ് എന്തിനാ? 25,000 രൂപ വാങ്ങിച്ച ഐഫോൺ 2 വെള്ളത്തിട്ട് സോപ്പാന്ന് കാണിച്ച് കുരുവില്ലയോ? ഈ മീശെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് കണ്ണുണ്ടല്ലോ. സ്റ്റേഡിയത്തിന് പുല്ല് പറിക്കാൻ പോലും ഇത്ര കൃത്യതയില്ല. ഇത് പറിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സാധനം കണ്ടില്ല? 25,000 രൂപ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ തന്നെ ശമ്പളം കൊണ്ട് അടച്ചോണ്ടിരുന്നതാ. ഞാൻ എന്തോ ചെയ്യും ഇനി? എത്ര രൂപ? എത്ര എന്തിനപ്പനെ? 25,000 രൂപ. 25,000 രൂപ. എടി ഞാനിവിടെ വളയം പിടിച്ചെന്റെ നട്ടല് കുറുക്കിയിട്ടാണ് ഞാനിവിടെ പൈസ അയക്കുന്നത്. 25,000 രൂപ കൊടുത്ത് നീ 25,000 നോക്കണേ. 25,000 രൂപ. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകം കൊണ്ടുപോകാൻ സഞ്ചിയില്ലായിരുന്നു. ഞാൻ എന്തോ വെച്ചെന്നറിയോ? നമ്മൾ ചന്തയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കത്തില്ലേ? ആ കവറിനകത്ത് പുസ്തകം ഇട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നത്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്റെ പിള്ളേർ കളിയാക്കും, നീ ചന്തയ്ക്ക് വന്നു തന്നോ സ്കൂളിൽ വന്നു തന്നോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. 25,000 കുണുവായേ. ഇത് എന്തുവാ ഇത്? തുറന്നേട്ട മുതലവാ തുറക്കുന്ന പോലെ നിന്റെ അപ്പന്റെ കാശ് വണ്ടി എടുത്ത് വെക്കാനോ? 25,000 രൂപ ഞാൻ പറയാം. അടുത്ത ശമ്പളം വരുമ്പോ ഞാൻ മേടിച്ചാരോ പറയാമെന്ന്. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ അടുത്ത മാസം 3 മാസം കഴിയുമ്പോ അച്ഛൻ PF കിട്ടും. അപ്പൊ അന്നേരം മേടിച്ചേരാം. തരത്തില്ലല്ലോ. തരത്തില്ല. ആ പോണ ഇറങ്ങി. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തോ നീ 15 ദിവസത്തേക്ക് ഇങ്ങോട്ട് കെട്ടിയെടുത്തതാ. അങ്ങോട്ടൊക്കെ അവിടെ നിന്നാ പോരായിരുന്നു. എന്റെ കുഞ്ഞ് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടിയാ. പിന്നെ കടുങ്കാപ്പി ഇടാൻ അറിയാത്തവനാ കടുങ്കൈ ചെയ്യുന്ന. നോക്കണേ എന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന് നോക്ക. ഞാൻ നോക്കിക്കോളാം. ഉടനെ അങ്ങ് നോക്കുവാന്നോ? ആ നോക്കട്ടെ ഞാൻ. ആ 2 പവർ ബാങ്കും 2 ചാർജറും വേറൊന്നുമില്ല. ഭാഗ്യം. ഞാൻ വിചാരിച്ച് പ്രമാണം വല്ലതും കാണും നിന്നത്ത്. അതെന്താ പ്രമാണം? എടാ 2K കിണ്ണാപ്പാ. റേഷൻ കാർഡ് എന്തോന്ന് അറിയാമോ? ഈ വീടിനൊരു നമ്പറുണ്ട്, അതറിയാമോടാ നിനക്ക്? നാട്ടുകാരുടെ നമ്പർ മൊത്തം നിനക്കറിയാം കാണാതെ. എടാ ഇതാണ് പറയുന്നത്. സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീടും വസ്തുവും എന്റെ പേരിൽ ചേർത്ത് വെച്ച സാധനമാണ് പ്രമാണം. അറിയാമോടാ നിനക്ക്? അതറിയാമായിരുന്നെങ്കിൽ ഇവൻ എന്നേ അത് എടുത്തോണ്ട് പോയേന് കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കണ അന്നേരം നിനക്ക് തന്നെ അറിയത്തുള്ളൂ. നീ അത്യാവശ്യമാണ് ഇവിടെ വഷളാക്കുന്ന ഇവനെ. അതെ എന്നെ കൊല്ലാൻ നോക്കുക. ഇതാടാ തന്ത വൈബ്. അല്ലാതെ ഉണ്ടാക്കിയതല്ല നിനക്കാന്ന് പറയുന്നതല്ല. നീ പോയി സ്വന്തമായിട്ട് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞില്ലയോ? ഇതാ യഥാർത്ഥ തന്ത. ഇപ്പോഴെങ്കിലും നമ്മുടെ മോനെ നിങ്ങൾക്ക് മോനെന്ന് വിളിക്കാൻ തോന്നിയല്ലോ.
ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ നീ പകരും പുഞ്ചിരികൾ കണ്ടുനിന്നാൽ അല്ലേ എന്റെ മീശ തുടഞ്ഞു നോക്കിയടി ഇല്ല, ഇല്ല. എന്തായാലും ആഗ്രഹിച്ചതല്ലേ ബാംഗ്ലൂർ പോവാൻ ഒരു കാര്യം ചെയ് റെഡിയാവും നമുക്ക് 3 പേർക്ക് പോവാം ബാംഗ്ലൂർ അവനെ ചേർക്കാം ഇപ്പഴല്ല അടുത്ത മാസമോ? അത് സാരമില്ല അടുത്ത മാസമല്ലേ നമുക്ക് 1 മാസം നമുക്ക് 3 പേർ കൂടെ അവിടെ പോയി അടിച്ചു പൊളിക്കാം. എന്തിന്? അല്ല ഞങ്ങൾ ആ സ്ഥലം ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെ? ബാംഗ്ലൂരേ. ഗോവയ്ക്ക് നിന്നെ ഹോസ്റ്റലിലാക്കിട്ട് ഞങ്ങളൊന്ന് കറങ്ങാം അവിടെ. എവിടെയൊക്കെ പോകും? ഗോവയിൽ പോകണം. ഗോവ ബാംഗ്ലൂര്. ഗോവയൊന്നും പിന്നെ കാണാനൊന്നും ഇല്ല. അതൊക്കെ അറിയാം. കുറെ കടലും കുറെ വെള്ളവും കുറെ മദാമ്മമാരൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയി വെറുതെ ഉണക്കവെയിൽ കൊള്ളത്തേ ഉള്ളൂ. ആണോ? കുടുംബശ്രീ ലോൺ ടൂർ സ്റ്റഡി ടൂർ അതിന് വിട്ടായിരുന്നില്ല. കുഴപ്പമില്ല അവൻ പഠിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ഏതൊരു സ്ഥലം ഉണ്ട് അവിടെ കാണാൻ കൊള്ളാവുന്നേ? ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു, പക്ഷെ ഞാൻ കാണാത്തൊരു സ്ഥലം ഞാനിപ്പോ കണ്ടു. അതേ സ്ഥലമാടാ? എന്റെ അച്ഛന്റെ മനസ്സ്. അതെ ദൈവമേ ദൈവമേ